അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യലായിട്ടുള്ള വെള്ളപ്പോളയാണ്. ഇത് നമ്മളൊരു സ്വീറ്റ് കറിയും കൂടിയിട്ടാണ് കഴിക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. പോള ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിലോട്ടേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പോളൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂറോളം അടച്ചു വെച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണിത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും അരിയും ചോറും എല്ലാം തന്നെ മിക്സിയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമ്മുടെ മിക്സ് നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. അധികം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, തിക്കായി പോകാൻ പാടില്ല. ഒരു ഇത്തിരി നമ്മുടെ ദോശമാവിൽ നിന്ന് ഒരു ഇത്തിരി ലൂസായിട്ടാണ് നമ്മളെ മാവ് വേണ്ടത്. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് അടച്ചു വെക്കാം. ഒരു 4 മണിക്കൂർ വരെ നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടില്ലേ, നല്ല നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം തന്നെ പൊങ്ങി കിട്ടും. ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയ ശേഷം ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഒരു ഇത്തിരി ഗീ ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു മാവ് ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒറ്റൊരു പോള തയ്യാറാക്കുന്നത് കൊണ്ട് ഞാനിപ്പം മുഴുവനും ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ചെറിയ പോളയും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ തട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പോള ഇതിൽ കണ്ടില്ലേ, നിങ്ങൾ മുകൾ ഭാഗമൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഒരു കൂളാകാൻ വേണ്ടി മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്ക് മാറ്റാം. നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ അടിഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പോളയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ഒരു സ്വീറ്റ് കറിയും കൂടി നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 3 മൈസൂർ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പോളയും ഈ ഒരു സ്വീറ്റ് കറിയും കൂടി ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഇഫ്താറിന് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല സ്പോഞ്ചി ടെക്സ്ചറുള്ള നല്ല അടിപൊളി പോള നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു സ്വീറ്റ് കറിയും കൂടി കഴിക്കുമ്പോൾ ഞാനിപ്പം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്വീറ്റ് കറിയും കൂടി മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.